ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്തുകൊണ്ട് പുറത്തുവിടുന്നില്ല. അപ്പം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാവുന്ന കാര്യമാണ്. സിനിമാ രംഗത്ത് സ്ത്രീയും പുരുഷനും ഒരേ തുല്യ അവകാശമാണ് വേണ്ടതെന്ന് നമ്മൾ പറയുമല്ലോ എല്ലാ കാര്യത്തിലും. പക്ഷേ മറ്റേത് തൊഴിലിടത്തിലും എല്ലാവർക്കും ഈ പറയുന്ന ഒരേ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും തുല്യ വേതനം അല്ലെങ്കിൽ തുല്യ പരിരക്ഷ, സമത്വം ഇതൊക്കെ ലഭിക്കുന്ന സമയത്ത് സിനിമാ ഫീൽഡിൽ മാത്രം സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അല്ലെങ്കിൽ അവർക്ക് നൽകുന്ന വേതനം, ആഹാരം, അവർക്ക് നൽകുന്ന പലതരത്തിലുള്ള ഫെസിലിറ്റീസ് ഇതിലെല്ലാം അസമത്വങ്ങളാണ്. അതായത് നീതിയല്ല കാണിക്കുന്നത് എന്ന തരത്തിലേക്ക് ഒരുപാട് ചർച്ചകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് മാത്രമല്ല, തൊഴിലിടങ്ങളിൽ പലതരത്തിലുള്ള അസമത്വങ്ങൾക്കും ഈ പറയുന്ന സ്ത്രീകൾ ക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്നുണ്ട്. ഇങ്ങനെ കുറേ കാര്യങ്ങൾ WCC മുന്നോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് വിമൺ ഇൻ സിനിമ കളക്റ്റീവ് എന്ന് പറയുന്ന ആ ഒരു സംഘടന എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ നേതൃത്വത്തിൽ ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രിയായിട്ട് ഒരു ചർച്ച നടക്കി. അതിനെ തുടർന്ന് അദ്ദേഹം ഒരു കമ്മിറ്റിയെ ഇതിനു വേണ്ടി പഠിച്ചു വിശദമായിട്ടുള്ള റിപ്പോർട്ട് സമർപ്പിക്കുന്നതിന് വേണ്ടി മുന്നോട്ട് വെച്ച കമ്മിറ്റിയാണ് ഹേമ കമ്മിറ്റി എന്ന് പറയുന്നത്. അപ്പം അതിനകത്തുള്ളതെന്ന് പറയുന്നത് മുൻ ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ഹേമ, പിന്നെ നമ്മുടെ ഏറ്റവും പ്രശസ്തയായിട്ടുള്ള സിനിമാ താരമായിട്ടുള്ള ശാരദ മാം, ഇങ്ങനത്തെ കുറച്ച് പേരാണ് ഇതിലുള്ളത്. അപ്പം ഇതിനകത്ത് ആർക്കൊക്കെയാണോ ഇവർ ഈ റിപ്പോർട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് കുറേയധികം സ്ത്രീകൾ അല്ലെങ്കിൽ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവരുമായിട്ട് കൃത്യമായിട്ടൊരു ഇൻട്രാക്ഷൻ നടത്തുകയും അവർക്ക് എന്തെങ്കിലുമൊക്കെ പരാതി ഉണ്ടെങ്കിൽ ബോധ്യപ്പെടുത്താനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അതനുസരിച്ച് ഒരുപാട് പേർ മൊഴി പറയുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആദ്യ സമയത്ത് പറഞ്ഞിരുന്നതെന്ന് പറഞ്ഞാൽ ഈ മൊഴി തികച്ചും രഹസ്യമായിരിക്കും എന്നൊരു തർക്കത്തിലായിരുന്നു മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പം ഇതിപ്പോൾ വെളിപ്പെടുത്തുന്നു എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിൽ മൊഴി കൊടുത്ത ആൾക്കാർക്ക് കുറേയധികം ആശങ്കകൾ ഉണ്ടാകും. കാരണം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ, കാരണം അതിൻ്റെ ഒരു കോപ്പിയോ മറ്റോ അവർക്ക് ലഭിച്ചിട്ടില്ല. അപ്പം തങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണോ ആ റിപ്പോർട്ടിൽ വിശദമായിട്ട് പറഞ്ഞിരിക്കുന്നത്, അത് തന്നെയാണോ പുറത്തേക്ക് ആളുകളിലേക്ക് വരുന്നത്, ഇങ്ങനെ ഒരു കുറേ ആകാംക്ഷകൾ അവർക്കുണ്ടാവുമല്ലോ. അതിന് പ്രകാരമാണ് നടി രഞ്ജിനി ഈ ഹൈക്കോടതിയിൽ ഒരു അപ്പീൽ നൽകിയിരിക്കുന്നത്. അതായത് ഈ ഒരു ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്ത് വിടുന്നതിന് മുന്നായിട്ട് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എനിക്ക് അതിന് മുന്നേ അറിയേണ്ടതുണ്ട്. കാരണം ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അതിൽ വന്നിട്ടുണ്ടേ ഇല്ലെന്നുള്ളത് തീർച്ചപ്പെടുത്താനുള്ള ഒരു ഉത്തരവാദിത്തം അവർക്കുണ്ടല്ലോ. ഇൻഡിവിജ്വലായിട്ട് അത് അവരുടെ റൈറ്റ്സ് തന്നെയാണ്, അതിനെ ആർക്കും ചോദ്യം ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു അപ്പീൽ അവർ നൽകിയിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ അപ്പീൽ പരിഗണിക്കാൻ പോവുകയാണ് ഹൈക്കോടതി. അതിനുശേഷം ഇവർക്ക് ഈ പറയുന്ന ഒരു കോപ്പി നൽകി അത് വായിച്ചതിന് ശേഷം അത് കൃത്യമാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ ഒരു തരത്തിലുള്ള ആശങ്കയും വേണ്ടെന്ന് തന്നെയാണ് നടി രഞ്ജിനിയും പറഞ്ഞിരിക്കുന്നതെന്ന് പറയുന്നത്. പക്ഷേ കുറേ പേര് ഇതിന് മുതിർന്ന് അല്ലെങ്കിൽ മുന്നോട്ട് വെച്ചിരിക്കുന്ന ഇപ്പോൾ ആരോപണങ്ങൾ മാധ്യമങ്ങളായാൽ പോലും പറഞ്ഞിരിക്കുന്നത് ഇത് 2017 ഈ ഒരു റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ ഒരു കമ്മിറ്റി രൂപീകരിക്കപ്പെടുന്നത്. അതിനുശേഷം ഇത്രയും വർഷത്തെ കാലയളവ് ഉണ്ടായിരുന്നിട്ട് പോലും ഇത്രയും നാളൊന്നും അതിൻ്റെ റിപ്പോർട്ട് വാങ്ങിക്കേണ്ടിയിരുന്നില്ല. ഈ ഒരു സമയത്ത്, അതായത് 17-ാം തീയതി റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാനിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ധൃതിപ്പെട്ട് ഇത്തരത്തിലൊരു അപ്പീൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്, ദുരൂഹതയുണ്ട് എന്നുള്ള തരത്തിൽ കുറച്ച് ആൾക്കാർ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. കാരണം എന്ന് പറയുന്നത് ഒരിക്കലും ഇത് ഈ പറയുന്ന മൊഴിയോ ബാക്കി കാര്യങ്ങളോ ഒക്കെ പ്രസിദ്ധീകരിക്കും എന്നുള്ള തരത്തിലാണല്ല അവർ ഈ പറയുന്ന അതിനകത്ത് മൊഴി നൽകിയിട്ടുള്ളത്. അവർ ഇത്രേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അതിനകത്ത് മൊഴി പറഞ്ഞിട്ടുള്ള ആൾക്കാരൊക്കെ ഈ പറയുന്ന നമുക്കറിയാവുന്നതാണ്. പ്രധാനപ്പെട്ട ഒരു നടിയുടെ മായി ബന്ധപ്പെട്ട കേസിൽ അതുമായി ബന്ധപ്പെട്ടാണ് ഈ ഒരു WCC ഒക്കെ മുന്നോട്ട് പോകുന്നതെന്ന് പറയുന്നത്, അല്ലെങ്കിൽ മുന്നോട്ട് വന്നതെന്ന് പറയുന്നത്. കാരണം തൊഴിലിടത്തിൽ അല്ലെങ്കിൽ ഈ പറയുന്ന സിനിമാ ഫീൽഡിൽ അവർ അനുഭവിക്കുന്ന ചില അസമത്വങ്ങൾ, അതിനെതിരെ ശക്തമായിട്ടുള്ള ഒരു വിവേചനം നൽകുന്നതിനെതിരെയുള്ള ഒരു ഉയർത്തെഴുന്നേൽപ്പ് എന്ന തരത്തിലാണ് ഈ ഒരു കമ്മിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് ഇവർ മുന്നോട്ട് വന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട് പഠിച്ച് വിശദമായി ഗവൺമെൻറ്റും എല്ലാം രേഖപ്പെടുത്തിയതിന് ശേഷം അതൊന്ന് തുല്യത വരുത്തുക, ഇത് മാത്രമേ അവർ ഉദ്ദേശിച്ചിട്ടുള്ളൂ. അപ്പം ഇതിനകത്ത് അല്ലെങ്കിൽ പുറത്തൊക്കെ പറയുന്നത് നമുക്കറിയാവുന്നതാണ്, കാസ്റ്റിംഗ് കൗച്ച് എന്ന് പറയുന്ന ഒരു സംഭവത്തിനെ കുറിച്ച് നമ്മളൊക്കെ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അങ്ങനെ കുറച്ച് ചർച്ചകൾ മുന്നോട്ട് വരുന്നുണ്ട്. അതായത് ഈ പറയുന്ന സിനിമാ ഫീൽഡിലെ വമ്പൻ നിരയിലുള്ള താരങ്ങളൊക്കെ ഈ റിപ്പോർട്ടിനെ ഭയക്കുന്നുണ്ട്. കാരണം ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതിനകത്ത് അകപ്പെട്ടു പോകും. അത് മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ കൊണ്ടുപോയിട്ടുള്ള തരത്തിലുള്ള പലതരത്തിലുള്ള ഷോസ് ഒക്കെ സംഘടിപ്പിക്കുന്ന സമയത്ത് പുതിയതായിട്ട് വരുന്ന പെൺകുട്ടികളെ അത്തരത്തിൽ ഈ പറയുന്ന മറ്റൊരു തരത്തിലേക്ക് ദുരുപയോഗം ചെയ്യുന്നുണ്ട്. അവരുടെ ഇംഗിതത്തിനനുസരിച്ച് ഇത്തരത്തിൽ കുറേയധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ റിപ്പോർട്ട് തടഞ്ഞു വെക്കുന്നതിനനുസരിച്ച് ഇത്തരത്തിലുള്ള സംശയങ്ങൾ അല്ലെങ്കിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ കൂടുതലായിട്ട് ഉയർന്നു വരിക തന്നെ ചെയ്യും. പിന്നെ തെറ്റ് ചെയ്യുന്നവർ അത് ഏത് മേഖലയിലുള്ളവരായാലും ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണമല്ലോ, അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ. പിന്നെ നമുക്കറിയാവുന്ന കാര്യമാണ് ഇവിടെ നടത്തേണ്ട സമത്വം എന്ന് പറയുന്നത്. ശരിയാണ്, ബാക്കി ഏത് IT ഫീൽഡായാലും മറ്റേത് മേഖലയിലായാലും, ഇപ്പം ഈ പറയുന്ന രാഷ്ട്രീയമായാലും മറ്റേത് തരത്തിലുള്ള മേഖലയിലായാലും സ്ത്രീ പുരുഷന്മാർ തമ്മിൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലിയിൽ കൃത്യമായിട്ടുള്ള ശമ്പളം, വേതനം തന്നെയാണ് അവർക്ക് നൽകുന്നത്. പക്ഷേ സിനിമാ ഫീൽഡിൽ മാത്രം സൂപ്പർ സ്റ്റാർ അല്ലെങ്കിൽ മെഗാ സ്റ്റാർ അല്ലെങ്കിൽ ഈ പറയുന്ന പിന്നീട് വന്നിട്ടുള്ള കുറഞ്ഞ കാലയളവിൽ മാത്രം വന്നിട്ടുള്ള അങ്ങനത്തുള്ള സ്റ്റാർസ് അല്ല
അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പലതരത്തിൽ ഇങ്ങനെ ഒരു ഡിവിഷൻ നൽകുന്നുണ്ട്. ആ ഡിവിഷൻ അനുസരിച്ചാണ് ഇവരുടെ ശമ്പളം വേതനം ഒക്കെ നിശ്ചയിക്കുന്നതെന്ന് പറയുന്നത്. മറ്റ് ലാംഗ്വേജുകളിൽ അഭിനയിക്കുന്ന ആൾക്കാർ ഇത്തരത്തിലാണ്. അപ്പോൾ ഇവിടെ കൃത്യമായിട്ടൊരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അപ്പോൾ ഇതിനൊക്കെ എതിരെയാണ് ഇവർ ഈ ശബ്ദം ഉയർത്താൻ ശ്രമിക്കുന്നത്. പിന്നെ ഈ പറയുന്ന കണക്ക് ഫെസിലിറ്റീസ് കുറേ ആൾക്കാർക്ക് മാത്രം പ്രത്യേക തരത്തിലുള്ള ക്യാരവാൻ പോലുള്ള സംവിധാനങ്ങൾ, മറ്റു ചിലർക്ക് ഈ പറയുന്ന നമുക്കറിയാവുന്ന ടോയ്ലറ്റ് ഫെസിലിറ്റി പോലും നൽകാതിരിക്കുന്ന അവസ്ഥ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഷൂട്ടിംഗ് സൈറ്റുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് നമുക്കറിയാവുന്ന കാര്യമാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായിട്ടുള്ള ഫിസിക്കൽ മെൻ്റൽ അങ്ങനത്തുള്ള കുറേ ഹെൽത്ത് ഇഷ്യൂസ് അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർക്ക് കൃത്യമായിട്ട് അതൊക്കെ നേരിടാനായിട്ട് പ്രത്യേക ഫെസിലിറ്റീസ് ആവശ്യമായിട്ടുള്ളതാണ്. അത് അവർ പ്രത്യേകമായി നൽകണം എന്നല്ല പറയുന്നത്, പുരുഷന്മാർക്ക് നൽകുന്നതിനോടൊപ്പം തന്നെ അല്ലെങ്കിൽ ആക്ടേഴ്സിന് നൽകുന്നത് പോലെ തന്നെ ഞങ്ങൾക്കും കിട്ടണം എന്ന തരത്തിൽ മാത്രമാണ് അവരെ സംസാരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് ചർച്ച ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. ഇതൊക്കെ മുൻധാരയിലേക്ക് വരേണ്ട സംഭവങ്ങൾ തന്നെയാണ്. അപ്പം ഇതിൻ്റെ റിപ്പോർട്ട് മുന്നിലേക്ക് വരുന്ന സമയത്ത് ആരൊക്കെയോ ഭയപ്പെടുന്നു എന്ന് പറയുന്നതിലൊന്നും വലിയ സത്യാവസ്ഥ ഉണ്ടാവാനുള്ള കാര്യം ഉണ്ടാകില്ല. കാരണം എന്ന് പറയുന്നത് ഇവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് WCC പോലുള്ള ആ ഒരു സംഘടന മുന്നോട്ട് വയ്ക്കുന്ന കാര്യം എന്ന് പറയുന്നത് അവർക്ക് സമത്വം കിട്ടണം, അവർക്ക് ഇക്വാളിറ്റി ലഭിക്കണം എന്നുള്ള കാര്യം മാത്രമാണ് അവർ മുന്നോട്ട് വയ്ക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് റിപ്പോർട്ടിൽ അവർ ഉന്നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ മൊഴി കൊടുത്തിട്ടുള്ള കാര്യങ്ങളെന്നും കുറേയധികം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പം അതല്ല, അതിൽ മറിച്ച് ഇത്തരത്തിൽ കാസ്റ്റിംഗ് കൗച്ച് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകളെ ദുരുപയോഗം ചെയ്യുന്ന തരത്തിലേക്ക് ആരെങ്കിലും ഈ പറയുന്ന സിനിമാ ഫീൽഡിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ പുറത്തേക്ക് വരേണ്ട കാര്യം തന്നെയാണ്. പിന്നെ നമുക്കറിയാവുന്ന കാര്യം ഡ്രഗ്സ് പോലുള്ള കാര്യങ്ങൾ സിനിമാ ഫീൽഡിൽ വളരെയധികം വ്യാപകമായിട്ടുള്ള വാർത്തകൾ നമ്മൾ ഈ ഇടയ്ക്ക് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും ഒരു വിചിന്തനം അത് കൃത്യമായിട്ട് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പം അതിൻ്റെ ഭാഗമായിട്ടുള്ള ആദ്യ തുടക്കമാകട്ടെ ഈ പറയുന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനെ തുടർന്നുണ്ടാകുന്ന വലിയ ചർച്ചകളും അല്ലെങ്കിൽ അത് മാറ്റങ്ങളും എന്ന് വിശ്വസിച്ചുകൊണ്ട് തന്നെ നമുക്ക് മുന്നോട്ട് പോകാം.